ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഒരുപാട് പേര് ഇതാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതാണെങ്കിൽ കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അവർ സംസാരിച്ച് പ്രശ്നമെല്ലാം തീർന്നെന്നൊക്കെ പറഞ്ഞ ഒരു ന്യൂസ് ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലായിരുന്നു ഇതാണെങ്കിൽ രേണു ഉണ്ടെങ്കിൽ രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഒരുപാട് പേര് ഓരോരോ ന്യൂസൊക്കെ വെളിവിടുന്നുണ്ട്, ഞാനും കിച്ചും സംസാരിച്ച് ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലൊക്കെ ആയെന്ന് പറഞ്ഞാണ് ആൾക്കാരുണ്ടെങ്കിൽ ഓരോരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. എന്നെ ഇതുവരെ വന്ന് കിച്ചു വന്ന് കണ്ടിട്ട് പോലും ഇല്ല. ഞാനുണ്ടെങ്കിൽ അവനെ 12-13 വയസ്സ് തൊട്ട് വളർത്താൻ തുടങ്ങിയതാണ്. അന്ന് തൊട്ടേ എനിക്ക് അവനെ അറിയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഞങ്ങളൊന്ന് മാറിയുന്നത്. സാധാ രീതി ഉണ്ടെങ്കിൽ എന്നെ അറിയാത്തവർ പോലും ഇതാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഉള്ളൊരു പ്രശ്നം വന്നെന്ന് അറിഞ്ഞപ്പോൾ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനുണ്ടെങ്കിൽ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഞാനുണ്ടെങ്കിൽ അവനെ എത്ര നാൾ വളർത്തിയതാണ്, എൻ്റെ മോനെ പോലെ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇനി അത് കുഴപ്പമില്ല, എനിക്കുണ്ടെങ്കിൽ ഋതപ്പനുണ്ട്, അവൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നോക്കുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ടെന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.